കാരുണ്യ പദ്ധതിക്കും സർക്കാരിന്റെ കയ്യിൽ പണമില്ല. മരുന്ന് വിതരണത്തിൽ പ്രതിസന്ധി അറിയിച്ച ആരോഗ്യവകുപ്പ് പണം നൽകണമെന്നാവശ്യപ്പെട്ടിട്ടും മുഖം തിരിച്ച് ധനവകുപ്പും. സർക്കാർ ആശുപത്രികളിൽ അത്യാവശ്യ മരുന്നുകളില്ലാതെ നട്ടം തിരിഞ്ഞ പൊതുജനം. ഇവരുമായി ടിൻഡു ദാസ് ചേരുകയാണ്. ടിൻഡു, സമസ്ത മേഖലകളിലും പ്രതിസന്ധിയാണ്. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പണമില്ല എന്ന പല്ലവിയാണ്. പക്ഷേ ധൂർത്തിന് യാതൊരു പഞ്ഞവും ഇല്ല. ഇവിടെ കാരുണ്യ പദ്ധതിക്കും സർക്കാരിൻ്റെ കയ്യിൽ പണമില്ല എന്ന രീതിയിൽ തന്നെയാണ് ധനവകുപ്പ് കൈമലർത്തുന്നത്. അതുകൊണ്ട് തന്നെ മരുന്ന് വിതരണമടക്കം പ്രതിസന്ധിയിലായ ഒരു സാഹചര്യത്തിൽ സാധാരണക്കാർക്ക് ചികിത്സ പോലും നിഷേധിക്കുന്ന ഒരവസ്ഥയാണുള്ളത്, അല്ലേ? തീർച്ചയായും തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന ജില്ലാ ആശുപത്രിയിലാണ്. ജനറൽ ആശുപത്രിയുടെ മുമ്പിൽ കാരുണ്യ കമ്മ്യൂണിറ്റി ഫാർമസിയുടെ മുന്നിലാണ് നിൽക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു ഈ കാരുണ്യ ഫാർമസിയിൽ പൂച്ച പെറ്റിയെടുക്കുകയാണെന്നാണ് തോന്നുന്നത്. കാരണം ഒരു മനുഷ്യർ പോലും ഈ ഫാർമസിയിലേക്ക് മരുന്ന് വാങ്ങാൻ പറ്റില്ല. സാധാരണയായി ഒരു ജില്ലാ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആൾക്കാർ അല്ലെങ്കിൽ ഈ ജില്ലാ ആശുപത്രിയെ ആശ്രയിച്ച് ഇവിടെ ചികിത്സയ്ക്കായി എത്തുന്ന ആളുകൾ ഈ മരുന്ന് വാങ്ങാനൊക്കെ എത്തേണ്ടതാണ്. പക്ഷേ ഈ ജില്ലാ ആശുപത്രിയിൽ നമുക്ക് കാണാം, ഈ കാരുണ്യ ഫാർമസിയിൽ ഒരാളോ രണ്ടാളോ ഒക്കെയാണ് മരുന്ന് വാങ്ങാൻ വരുന്നത്. ഈ വരുന്നവർ പോലും മരുന്നുണ്ടോ എന്ന ചോദ്യത്തിന്, അല്ലെങ്കിൽ ഇവിടെ മരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള അവർക്കൊരു ആശങ്ക നിലനിൽക്കുന്നു. നമുക്കറിയാം, സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായൊരു വീഴ്ച കഴിഞ്ഞ കുറച്ച് മാസങ്ങളായൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള കാര്യമാണ്. കാരുണ്യ ഫാർമസി അല്ലെങ്കിൽ കാരുണ്യ പദ്ധതിക്കായി പണം അനുവദിക്കുന്നില്ല. ഏതാണ്ട് 1800 കോടിയിലധികം രൂപ ആവശ്യപ്പെടുമ്പോഴും 200 കോടി രൂപയ്ക്ക് താഴെ മാത്രമാണ് ഇത്തരത്തിൽ ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും കാരുണ്യ പദ്ധതിക്ക് ആരോഗ്യ വകുപ്പിലേക്ക് അനുവദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ചുരുങ്ങിയ തുക കൊണ്ട് എങ്ങനെ ഈ ആശുപത്രിയിൽ, ഈ കാരുണ്യ പദ്ധതിയിലുള്ള ആശുപത്രിയിലൊക്കെ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് അല്ലെങ്കിൽ ഈ ചുരുങ്ങിയ തുക കൊണ്ട് എങ്ങനെയാണ് ഈ മരുന്ന് വിതരണം പുനരാരംഭിക്കുക എന്നൊരു കാര്യത്തിലേക്ക് ആശങ്കയുണ്ട്. പ്രധാനമായിട്ടും ജില്ലാ ആശുപത്രികളെയൊക്കെ അല്ലെങ്കിൽ ആശുപത്രികളെ സംബന്ധിച്ചിടത്തോളം 2 മരുന്ന് വിതരണ കേന്ദ്രമാണുള്ളത്. ഒന്ന് ആശുപത്രിയിൽ സ്വയമേ ഉള്ള ഫാർമസിയും ഒന്ന് കാരുണ്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ഫാർമസി. അപ്പോൾ ഈ 2 ഫാർമസിയിലും ഇത്തരത്തിൽ മരുന്ന് വിതരണം പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു ഘട്ടമാണ്. അത്യാവശ്യ മരുന്നുകളൊന്നും ഇല്ല. പുറത്തുനിന്നുമാണ് ഏറ്റവും കൂടുതൽ മരുന്നുകൾ പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഈ മരുന്ന് ആവശ്യത്തിന്, അത്യാവശ്യ മരുന്നുകൾക്ക് പ്രത്യേകിച്ച് സാധാരണക്കാരായ ആൾക്കാരാണല്ലോ ഈ സർക്കാർ ആശുപത്രികളെ പലപ്പോഴും ആശ്രയിക്കുന്നത്. അവർക്ക് പോലും ഇത്തരത്തിൽ സ്വകാര്യ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ പുറത്തുള്ള സ്ഥാപനങ്ങളെ, മെഡിക്കൽ ഷോപ്പുകളെ ആശ്രയിക്കേണ്ട ഒരു സാഹചര്യം, കൂടിയ വില കൊടുത്ത് മരുന്ന് വാങ്ങേണ്ട ഒരു സാഹചര്യം. പക്ഷേ മരുന്ന് വാങ്ങാതിരിക്കാൻ ആവില്ല, ചികിത്സിക്കാതിരിക്കാനാവില്ല. അത്തരത്തിലുള്ളൊരു ഗതികേടിലാണ്. ഇതൊന്നും കണ്ടില്ല എന്ന് നടിക്കുകയാണ് സംസ്ഥാന സർക്കാർ സംവിധാനങ്ങളല്ലേ. അവിടെ ബോർഡ്, നേരത്തെ ടിൻഡു പറഞ്ഞതുപോലെ തന്നെ കാരുണ്യ എന്നുള്ള ബോർഡ് മാത്രം, പക്ഷേ ഒരു കാരുണ്യവുമില്ലാത്തവരാണ് ഈ സംസ്ഥാന സർക്കാരിൻ്റെ സംവിധാനങ്ങൾ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അവിടുത്തെ വരുന്നവരുടെ പ്രതികരണവും അത്തരത്തിൽ തന്നെയാണോ ടിൻഡു? ഞാനിവിടെ ഏതാണ്ട് 1 മണിക്കൂർ മുമ്പാണ് ഈ ആശുപത്രി പരിസരത്ത് എത്തുന്നത്. അപ്പോൾ ആ സമയത്ത് തന്നെ ഈ കമ്മ്യൂണിറ്റി ഫാർമസിയിലേക്ക് ആളുകൾ എത്തുന്നില്ല. എത്തുന്നവർ തിരികെ പോകുന്നവർ, നമുക്ക് നേരത്തെ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ തിരികെ പോകുന്നവർ മരുന്നുമായിട്ട് പോകുന്നുമില്ല. അപ്പോൾ അവിടെ ഇത്തരത്തിലൊരു പ്രതിസന്ധി രൂക്ഷമാണ് എന്നൊരു സാഹചര്യം തന്നെയാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഈ ഇവിടെ മെഡിക്കൽ സ്റ്റോറിലും മരുന്നൊക്കെ ഉണ്ടോ? മരുന്ന് ചോദിച്ചത് കിട്ടിയില്ല. അഡ്മിറ്റ് അല്ല. എന്താ അസുഖമായിട്ടാ വന്നേ? ഡയബറ്റീസിന്റെ ക്ലിനിക്കിൽ. ഡയബറ്റീസിന്റെ മരുന്ന് പോലും ഇല്ല. അത് ഡോക്ടർ നെറ്റിൽ നോക്കിയിട്ട് അവിടെ ഉണ്ടെന്നാ പറഞ്ഞു. ഫാർമസിയിൽ ഉള്ളത് എഴുതി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ കൊടുത്തപ്പോൾ അവിടെ ഇല്ല. ഇവിടെ നമ്മുടെ ജനറൽ ആശുപത്രിയുടെ ഫാർമസി നോക്കിയിട്ടില്ല. കാരുണ്യം കാണിച്ചപ്പോൾ അവിടെ ഇല്ല. അമ്മയും അതിൻ്റെ കൂടെ വന്നേ. ഡോക്ടർ നെറ്റിൽ നോക്കിയിട്ട് ചോദിച്ച മരുന്ന് പോലും ഇവിടെ നെറ്റിൽ നമ്മുടെ ഫാർമസിയിൽ ഉള്ളത് എഴുതി തരാമെന്ന് പറഞ്ഞിട്ട് നെറ്റിൽ നോക്കി ഫാർമസിയിലെ മരുന്ന് എഴുതി തന്നു. അത് അവിടെ നമ്മുടെ ഫാർമസിയിൽ ഇവിടെ ചോദിച്ചപ്പോൾ ഇവിടെ ഇല്ല. പിന്നെ ഇപ്പോൾ കാരുണ്യം ചോദിച്ചപ്പോൾ അവിടെ ഇല്ല. പുറത്തുനിന്ന് വാങ്ങാൻ പുറത്തുനിന്ന് വാങ്ങാനേ പറ്റൂ.
ഇവിടെ കാരുണ്യയിൽ മരുന്ന് വാങ്ങാൻ വന്നൊരു ഇവിടെ ചികിത്സയ്ക്കായി എത്തിയ ഒരു രോഗിയാണ് ഇവിടെ നമ്മോടൊപ്പം പ്രതികരിച്ചത്. ഡയബറ്റീസിന്റെ മരുന്നിന് വേണ്ടിയിട്ട് വന്ന, അല്ലെങ്കിൽ ഡയബറ്റീസ് കാണിക്കാൻ വേണ്ടി വന്നതാണ്. അതിനുശേഷം ഡോക്ടർ ഇന്റർനെറ്റിൽ നോക്കി ആ മരുന്ന് അവൈലബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ആ മരുന്ന് ആശുപത്രിയിൽ ലഭ്യതയുണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷമാണ് ഡോക്ടർ കുറിപ്പടി നൽകിയത്. ജനറൽ ആശുപത്രിയുടെ ഫാർമസിയിൽ കൊണ്ട് കൊടുക്കുന്ന സമയത്തും ആ മരുന്ന്, അല്ലെങ്കിൽ ഡയബറ്റീസിന്റെ മരുന്ന് അവിടെ ഇല്ലെന്നാണ് പറയുന്നത്. KP ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് പ്രമേഹ രോഗമുള്ളവർക്കൊക്കെ ഏറ്റവും അത്യാവശ്യം ഒരു ദിവസം പോലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഗുളികയാണ് പ്രമേഹ രോഗ ഗുളിക എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ അതിനുള്ള മരുന്ന് എന്ന് പറയുന്നത്. അപ്പോൾ അത് ജനറൽ ആശുപത്രിയുടെ ഫാർമസിയിൽ പോലുമില്ല. തുടർന്നാണ് അവർ അടുത്തുള്ള കാരുണ്യ ഫാർമസിയിൽ എത്തുന്നതും അവിടെ ചോദിച്ചപ്പോഴും അവിടെയും 2 ഫാർമസിയിലും മരുന്ന് ലഭ്യതയില്ല. അതിനുശേഷമാണ് അവർ പുറത്തേക്ക് മരുന്ന് വാങ്ങാൻ പോകുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ചേട്ടാ, മരുന്ന് വാങ്ങാൻ വന്നതാണോ? അപ്പോൾ അത്തരത്തിലുള്ളൊരു പ്രതിസന്ധിയാണ് ഇവിടെ ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന വാർത്തകൾക്കപ്പുറം സത്യസന്ധമായൊരു കാര്യം തന്നെയാണ്. ഞാൻ നേരത്തെ 1 മണിക്കൂർ മുന്നേ ഇവിടെ വരുന്ന സമയത്തും വരുന്ന ആളുകളൊക്കെ ഈ കുറിപ്പടിയുമായി ഇവിടെ വന്നിട്ട് തിരിച്ചു പോകുന്നത് വരുന്ന രീതിയിൽ തന്നെ, അത് തിരിച്ച് ആരും മരുന്ന് കൊണ്ട് പോകുന്നത് നമ്മൾ കാണില്ല. അപ്പോൾ വലിയ രീതിയിലുള്ളൊരു പ്രതിസന്ധി ആരോഗ്യ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. നമുക്കതിനെ പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും വളരെ പ്രതീക്ഷയോടെയാണ് എത്തുന്നത്, പക്ഷേ നിരാശയോട് തിരിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനും സാധിക്കുന്നത്. ഒപ്പം ടിൻഡു, ഈ ജീവനക്കാരുടെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും പ്രതികരണം ലഭ്യമാകുന്നുണ്ടോ? ഈ മരുന്ന് എപ്പോഴെങ്കിലും വരുമോ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഉറപ്പുകൾ അല്ലെങ്കിൽ അറിയിപ്പ് അവർക്ക് ലഭ്യമാകുന്നുണ്ടോ ഈ ബന്ധപ്പെട്ടവരുടെ ഭാഗത്ത് നിന്നും? KP, അത്തരത്തിൽ ജീവനക്കാർ ഫാർമസിയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർ ക്യാമറയ്ക്ക് മുന്നിൽ പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല. പക്ഷെ അവർ നമ്മോട് പ്രതികരിക്കുന്ന നിലവിലിപ്പോൾ മരുന്ന് പ്രതിസന്ധി നിലനിൽക്കുന്നില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പകർത്താൻ സാധിക്കില്ല എന്ന രീതിയിലാണ് നമ്മൾ സംസാരിച്ചത്. നിലവിലിപ്പോൾ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം, ജനറൽ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം മരുന്ന് പ്രതിസന്ധി ഇല്ല, എല്ലാ മരുന്നുകളും ഇവിടെ ലഭ്യത ഉണ്ടെന്നാണ് അറിയിക്കുന്നത്. പക്ഷേ അതിനപ്പുറമായിട്ട് അതൊരു ഒരുപക്ഷെ വസ്തുതാവിരുദ്ധമായ കാര്യമാണ്. കാരണം ഇപ്പോൾ ഇവിടെ മരുന്ന് വാങ്ങാൻ എത്തിയ ആളുകൾ തന്നെ നമ്മോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. 2 ഫാർമസിയിലും മരുന്നുണ്ടോ എന്ന് അന്വേഷിച്ച്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇന്റർനെറ്റ് സംവിധാനങ്ങളിലൂടെ മരുന്നുണ്ട് എന്ന് ഉറപ്പാക്കിയതിനു ശേഷമാണ് ഡോക്ടർ കുറിപ്പടി കൊടുക്കുന്നത്. പക്ഷെ ആ മരുന്ന് പോലും, ഏറ്റവും അത്യാവശ്യ ഘട്ടമായിട്ടുള്ള മരുന്ന് പോലും ആശുപത്രികൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കമ്മ്യൂണിറ്റി ഫാർമസി വഴിയോ കാരുണ്യ ഫാർമസി വഴിയോ വിതരണം ചെയ്യാൻ പറ്റില്ല എന്നൊരു ഗുരുതരമായൊരു അവസ്ഥ, ആ അവസ്ഥ തന്നെയാണ് നിലനിൽക്കുന്നത്. പക്ഷെ അത്തരത്തിലുള്ള അവസ്ഥ നിലനിൽക്കുന്നില്ല എന്നാണ് ജീവനക്കാരുടെ ഭാഗത്തു നിന്നും ഉള്ള പ്രതികരണം. പക്ഷെ നമുക്ക് ജീവനക്കാരെ ഒരിക്കലും കുറ്റം പറയാൻ സാധിക്കില്ല. കാരണം ആരോഗ്യ മേഖല അവർക്കൊരിക്കലും അതിനെതിരായി സംസാരിക്കാൻ സാധിക്കാതെ ഒരുപക്ഷെ ഭയമുണ്ടോ ഉള്ളത് കൊണ്ടായിരിക്കും. പക്ഷേ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഈ ആരോഗ്യ വകുപ്പ് ഈ ഫണ്ട് ആവശ്യപ്പെട്ടിട്ടും ധനവകുപ്പ് നൽകുന്നില്ല എന്നാണ്. ഈ കാരുണ്യ പദ്ധതി പ്രകാരമടക്കം ഈ അത്യാവശ്യ മരുന്നുകൾ, അല്ലെങ്കിൽ അവശ്യ മരുന്നുകൾ കഴിഞ്ഞു, അല്ലെങ്കിൽ അത്യാവശ്യ മരുന്നുകൾ സ്റ്റോക്ക് ചെയ്യണം, അതിനുള്ള പണം അനുവദിക്കണമെന്ന് ആരോഗ്യ വകുപ്പ് അറിയിച്ചിട്ടും ആവശ്യപ്പെട്ടിട്ടും ധനവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഒരു നിഷേധാത്മക സമീപനമാണ് ഉണ്ടാകുന്നത് സർക്കാർ ആശുപത്രികളിൽ. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായ രോഗികൾ വളരെ ദുരിതം അനുഭവിക്കുകയാണ്. ആ ദുരിതത്തിനൊരിക്കലും അറുതി ഉണ്ടാകില്ല ഈ പിണറായി സർക്കാരിൻ്റെ കാലത്ത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ, അല്ലേ? തീർച്ചയായും അത്തരത്തിലുള്ള രേഖകൾ തന്നെയാണ് നമ്മൾ രാവിലെ ജനൻ ടിവിയുടെ പുറത്തുവിട്ടത്. ഏതാണ്ട് 1800 കോടിയിലധികം രൂപയാണ് നിലവിലെ മരുന്ന് പ്രതിസന്ധി പരിഹരിക്കാനായിട്ട് ആരോഗ്യവകുപ്പ് ധനവകുപ്പിനോട് ആവശ്യപ്പെട്ടത്. പക്ഷേ ആ ആവശ്യം തള്ളിക്കൊണ്ടായിരുന്നു ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രതികരണം, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു നിലപാടായിരുന്നു. ഏതാണ്ട് 138 കോടിയോളം രൂപ മാത്രമാണ് കൊടുത്തത്. സംസ്ഥാനത്തെ ഈ ആശുപത്രിയിലൊക്കെ എങ്ങനെയാണ് ഈ തുക കൊണ്ട് മാത്രം മരുന്ന് വാങ്ങുമെന്നാണോ? മരുന്നുണ്ടോ? മരുന്നുണ്ടോ എന്ന് കേട്ടാൽ നമ്മൾ കാരുണ്യരെ ഇതാണ്. അപ്പോൾ ഒരിടത്ത് ചോദിക്കുമ്പോൾ അവിടെ ഇല്ല. ഇവിടെ ഇപ്പം ഞാൻ 2-3 പ്രാവശ്യം മെഡിക്കൽ കോളേജ് വരെ പോയി. രണ്ടാമത് പോയപ്പോൾ കിട്ടി. ഇനി ഇതിപ്പോൾ വീണ്ടും അടുത്ത ലിസ്റ്റിന് തന്നേക്കാണ്. നമ്മുടെ ജനറൽ ഹോസ്പിറ്റൽ ഫാർമസിയിലാണോ മരുന്ന് എഴുതി തന്നെ? അതെ, അവിടെ കാരുണ്യയിൽ കൊണ്ട് കാണിക്കുമ്പോൾ അവിടെ നിന്ന് സീൽ ചെയ്തിട്ട് ഇവിടെ മെഡിക്കൽസിൽ വന്നു. ഇവിടെ ഫാർമസിയിൽ നിന്ന് സീൽ ചെയ്തിട്ട് പിന്നെ ഇവിടെ കാരുണ്യയിൽ വരുമ്പോൾ ഇപ്പോൾ ഇത് 1 ഉള്ളൂ. നേരത്തെ വന്നതിൽ പിന്നെ 1 കിട്ടിയുള്ളൂ. പിന്നെ കണ്ണാശുപത്രിയിൽ പോയി, അപ്പോൾ അവിടെ ഇല്ല. അവിടെ HLL ഉണ്ട്, അവിടെ ഇല്ല. അവിടെ നേരെ പിന്നെ മെഡിക്കൽ കോളേജിൽ പോയി, അവിടെ ഇല്ല. ഈ ജില്ലയെ കിടന്ന് ഇങ്ങനെ കറങ്ങുവാണല്ലേ? കറങ്ങുകയാണ്. എൻ്റെ ഇവിടെ അരുവിപ്പുറം. മോക്ക് ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് വേണ്ടി കിടന്ന് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യത്തിനുള്ള മരുന്ന് കിട്ടി, കണ്ടെത്തി. ഇവർ പിന്നെ കാരുണ്യം തന്നെ ഇതെല്ലാം കിട്ടിയത്. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പോയി വാങ്ങിച്ചു. ഇങ്ങനെ കിടന്ന് ഓടണമെന്നേ ഉള്ളൂ. ഇവിടെ അത്രയുള്ളൂ.
തീർച്ചയായും കെ പി അദ്ദേഹം സൂചിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ മകൾക്ക് ഇവിടെ ആശുപത്രിയിൽ ജനറൽ ആശുപത്രിയിൽ ഓപ്പറേഷന് വേണ്ടി വന്നതാണ്. ആദ്യം കമ്മ്യൂണിറ്റി ഫാർമസിയിലേക്ക് എത്തി. അവിടെ മരുന്നില്ല എന്ന് കണ്ടപ്പോൾ കാരുണ്യയിലെത്തി. കാരുണ്യയിൽ നിന്നും മരുന്നില്ല എന്ന് കണ്ടപ്പോൾ കണ്ണാശുപത്രിയിൽ പോയി, അതായത് സമീപത്തുള്ള കണ്ണാശുപത്രിയിൽ പോയി അവിടുത്തെ HLL ഉണ്ട്, അവിടെ നിന്ന് ഒരു മരുന്ന് ശേഖരിച്ചു. തുടർന്ന് ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജ് വരെ പോയി അവിടെ നിന്ന് ഒരു മരുന്ന് ശേഖരിച്ചപ്പോൾ എവിടെയൊക്കെ എന്തൊക്കെയോ ഉണ്ട്, പക്ഷേ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുള്ള രീതി, അതായത് എന്തൊക്കെയോ എവിടെയൊക്കെയോ ആവശ്യത്തിലുള്ള എന്തൊക്കെയോ ഒക്കെ ഉണ്ട്, അതൊക്കെ നമ്മൾ ഓരോ സ്ഥലത്ത് പോയി നമ്മൾ കളക്ട് ചെയ്യുന്ന ഒരു രീതി. അത് ഒരു രോഗിയെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു രോഗിയുടെ കൂട്ടിരിപ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു ഓപ്പറേഷനൊക്കെ വരിക എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പറേഷൻ്റെ ആവശ്യത്തിന്, ശസ്ത്രക്രിയയുടെ ആവശ്യത്തിന് വേണ്ടി ആശുപത്രിയിൽ വന്നിട്ട് ആ രോഗിയെ അവിടെ ഒറ്റയ്ക്ക് കിടത്തിയിട്ട് വിവിധ സ്ഥലങ്ങളിൽ പോയി ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജിൽ പോകുക എന്ന് പറഞ്ഞാൽ ഒരു അരമണിക്കൂറിലധികം യാത്ര ഉണ്ട്. അപ്പോൾ ഈ മെഡിക്കൽ കോളേജിൽ പോവുക, അടുത്തുള്ള കണ്ണാശുപത്രിയിൽ പോവുക, തിരിച്ച് കാരുണ്യ മരുന്ന് ഉള്ളിടത്ത് പോയി കണ്ടെത്തുക എന്ന് പറയുന്നത് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അത്രയും മാനസികമായും അതുപോലെ സമയവും ഒക്കെ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. അപ്പോൾ നിലവിലെ പ്രതിസന്ധി എന്ന് പറയുന്നത് അതിരൂക്ഷം തന്നെയാണ്. രോഗികൾ അല്ലെങ്കിൽ ഇവിടെ എത്തുന്ന രോഗികളുടെ കൂട്ടുകിരിപ്പുകാരെയും രോഗികളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ആവശ്യത്തിലുള്ള മരുന്നുകൾ കിട്ടുന്നില്ല. വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത്. അവശ്യ മരുന്നുകൾ പോലും കിട്ടാനില്ല. രോഗികൾ മറ്റ് സ്ഥാപനങ്ങളെ കൂടിയ വിലയ്ക്ക് മരുന്ന് വാങ്ങിക്കേണ്ട ഒരു ഗതികേടിലെയാണ് എത്തിയിരിക്കുന്നത്. ധനവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം, സർക്കാർ സംവിധാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സാധാരണക്കാരുടെ വേദന കണ്ടില്ല എന്ന് നടിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധവുമാണ് ഉയർന്നു വരികയും ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് നിന്നും ടിൻഡു ദാസാണ് വിശദാംശങ്ങൾ നൽകിയത്.